قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ആണ് നമ്മൾ പഠിക്കുന്നത്. 9-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദുഹു വകീല. അല്ലാഹുവിൽ പരിപൂർണമായി ഭരമേൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ചയുള്ളത്. നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചതും അതാണ്. തവക്കുൽ വേണം, പക്ഷേ ഇത്തിക്കാൽ പാടില്ല. ഒരു ഭാഗത്ത് ചടഞ്ഞിരുന്ന് കാര്യങ്ങളൊന്നും ചെയ്യാതെ എല്ലാം അള്ളാഹു ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അധ്വാനിക്കുകയും ബാക്കി വിജയത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ പരമേൽപ്പിക്കുകയും വേണം. അതാണ് ശരിയായ രീതി. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ നിരവധി സംഭവങ്ങൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് തവക്കുൽ ചെയ്യണം എന്നതിന് തെളിവായി ഒരുപാടുണ്ട്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അസുഖം ശക്തമായപ്പോൾ സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ മഹാനവറുകൾ പറഞ്ഞു, അന്നി മസ്സനി യദ്ദുറു വ അൻത അർഹമർ റഹീമീൻ. പഠിച്ചവനെ, എനിക്കിതാ അസുഖം ബാധിച്ചിട്ടുണ്ട്, നീ കാരുണ്യവാനാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല ആ ദുആക്ക് ഉത്തരം കൊടുത്തു. എങ്ങനെ? ഒറ്റയടിക്കാണ് മാറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്. ശരീരം ഒറ്റയടിക്കാണ് മാറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്. അള്ളാഹു തആല തീരെ വയ്യാതിരിക്കുന്ന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ചില കൽപ്പനകൾ കൊടുക്കുകയാണ്. ചില കൽപ്പനകൾ കൊടുക്കുകയാണ്. അള്ളാഹുക്ക് ഇപ്പം എന്താ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം? എന്തെങ്കിലും സംഗതി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന അള്ളാഹു അല്ലേ? ഇന്നമാമുറുഹു ഇദാറാദ ശൈഅൻ അൻ യഖൂല കുൻ ഫയകുൻ. ഒരു സാധനം ഉണ്ടാവണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ പറയേണ്ട താമസം അത് ഉണ്ടാവും, ഉദ്ദേശിക്കേണ്ട താമസം ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. പറയേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കുൻ എന്ന് പറഞ്ഞതാണ് അവിടെ. അള്ളാഹുവിൻ്റെ ഇറാദത്ത് അതുമായി ബന്ധിച്ചാൽ അതുണ്ടാകും. സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് ദുആ ചെയ്തപ്പോൾ എന്നാൽ ഉടനെ അത് പെട്ടെന്ന് മാറ്റി കൊടുത്താൽ പോരെ? എന്താ പറഞ്ഞത്? ചില കൽപ്പനകൾ കൽപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് സൂറത്തു സ്വാദിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. ഇതാണ് കൽപ്പന കൊടുത്തത്. വേറെയും ചില കൽപ്പനകളുണ്ട്. ഇവിടെ ഈ വയ്യാതിരിക്കുന്ന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് നിലത്ത് കാലുകൊണ്ട് അടിക്കാൻ വേണ്ടി പറയുന്നത്, കാലുകൊണ്ട് തട്ടാൻ വേണ്ടി പറയുന്നത്. തീരെ വയ്യ, ആകെ വിഷമിച്ചിരിക്കുകയാണ്, എന്നിട്ടും പറഞ്ഞു കാലുകൊണ്ട് തട്ടാൻ. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, കാര്യം ഞാൻ ചെയ്തു തരും, എനിക്കത് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷെ നിങ്ങളും അധ്വാനിക്കണം, നിങ്ങൾ മടിയന്മാരായിരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി, ഇമാം ഇബ്നു ജരീർ, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം തുടങ്ങിയ മഹാന്മാരായ ആളുകളൊക്കെ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഈ സംഭവം മനസ്സിലാക്കാം. അയ്യൂബ് നബി അലൈഹി സ്വലാം ഏകദേശം 13 വർഷം 18 വർഷം എന്നും അഭിപ്രായമുണ്ട് വല്ലാത്ത കഷ്ടപ്പാടിലായിരുന്നു എന്നാണ്. വല്ലാത്ത പരീക്ഷണമാണ് നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും ഒക്കെ ഒഴിവാക്കിപ്പോയി. വളരെ അടുത്ത 2 പേർ മാത്രമാണ് അദ്ദേഹത്തോട് കൂടെ നിന്നത്. അകന്ന ബന്ധുക്കളൊക്കെ കൈയൊഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ നശിച്ചു പോയി. വലിയ ഒരുപാട് സ്വത്തുക്കളുണ്ടായിരുന്നെന്ന് ഒക്കെ നശിച്ചു പോയി. ഈ 2 ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇടയ്ക്ക് വരും പോകും, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വന്നു പോണ 2 ആൾക്കാരില്ലേ, അതിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാം കേട്ടു. എന്താ പറഞ്ഞതെന്നറിയോ? ഈ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു ആപത്ത് മൂപ്പർക്ക് വരുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ എന്നോ മാറിപ്പോവേണ്ടതല്ലേ, വലിയൊരു തെറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ വന്നത് എന്ന് ഇവർ പറഞ്ഞു. ഇത് യാക്കൂബ് നബി അലൈഹി സ്വലാം അറിഞ്ഞു. അപ്പോഴാണ് മഹാനവറുകൾക്ക് വ്യസനമായത്. പക്ഷേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്,
അതാണ് അന്നി മസ്സനിയോ ദുർറു എന്ന് മാത്രം പറഞ്ഞത്. പടച്ചവൻ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, അതുകൊണ്ട് ശിഫയാക്കി തരണം എന്ന് പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിൽ മര്യാദ കാണണം നിങ്ങൾ. അള്ളാഹു താലോട് പറഞ്ഞത് അയ്യൂബ് നബി അലൈഹി സ്വലാം അന്നി മസ്സനിയോ ദുർറു അൻത അർഹമുർ റഹീം, പടച്ചവനെ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്, നീ അർഹമുർ റഹീമനാണല്ലോ റബ്ബേ. ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അള്ളാഹുവിനോട് തുറന്നാണ്ട് എന്താണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മഹാനവറുകൾക്ക് വലിയ സങ്കടമായി. പിന്നെ അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ അള്ളാഹുവേ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അന്നി മസ്സനി അദ്ദുർ. അങ്ങനെ അത് ദുആ ചെയ്ത് പിന്നെ അദ്ദേഹം ഖളാഉൽ ഹാജത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആവശ്യ നിർവഹണത്തിന് മലമൂത്ര വിസർജനത്തിൻ്റെ ഭാഗമായി ഭാര്യയുടെ കൈ പിടിച്ചിട്ട് വെളിയിൽ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം വേഗം കൂടെ പോന്നു. പിന്നെ ഭാര്യ മറ്റെന്തോ ഒരു പണിയിൽ കുറച്ചും കൂടി വൈകിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത്, റൂമിലേക്ക് എത്തിയത്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ, ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു തആല പറയാണ്, ഉർക്കുദ് ബിരിജ്ലിക് ഹാദാ മുഖ്തസലും ബാരിദും വസ്റാബ്. നിങ്ങളെ കാലൊന്ന് കൊട്ടിയാട്ടെ, ഭൂമിയിൽ കാലുണ്ടെന്ന് ഭൂമിയിൽ അടിച്ചാട്ടെ എന്നർത്ഥം. അപ്പോൾ മഹാനവറുകൾ അതുപോലെ ചെയ്തു. കാല് കൊട്ടിയപ്പോൾ അവിടെ ഉറവ പൊന്തി. അള്ളാഹു തആല പറഞ്ഞു, ഹാദാ മുഖ്തസലും ബാരിദും വസ്റാബ്, ഇത് നിങ്ങൾ കുടിക്കണം, തണുത്ത വെള്ളമാണ്, നിങ്ങളതിൽ കുളിക്കണം. അങ്ങനെ രോഗശമനത്തിന് വേണ്ടി അള്ളാഹു തആല പറഞ്ഞു കൊടുത്ത വഴിയാണിത്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് അദ്ദേഹം കുടിച്ചു, സുഖം പ്രാപിച്ച് വളരെ ഉഷാറായി, പഴയ പോലെയായി, വളരെ ഉഷാറായി. അള്ളാഹു വഹി നൽകിയത് നിലത്ത് കാലുകൊണ്ട് കൊട്ടാനും നന തട്ടാനും അപ്പോൾ അത് അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കാനും കുളിക്കാനുമായിരുന്നു. ഭാര്യ കുറച്ച് കഴിഞ്ഞപ്പോൾ പെരയ്ക്ക് വരുന്നത്, ഭാര്യ വന്നിട്ട് നിങ്ങളെവിടെ മനുഷ്യാന്ന് വെച്ച് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് അറിഞ്ഞില്ല, അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കണ്ടിട്ട് അറിഞ്ഞില്ല. അയ്യൂബ് നബിയോട് തന്നെ ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ലല്ലോ, ഇവിടെ വേറെ ആളുണ്ട് എന്നല്ലോ, സുഖമില്ലാത്ത എൻ്റെ ഭർത്താവ് മൂപ്പർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ തന്നെയാണത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എല്ലാ അസുഖം മാറി വളരെ ഉഷാറായി എന്നാണ്. യാ അല്ലാഹ്. ഏതായാലും അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കുകയും അദ്ദേഹത്തോട് കരുണ കാട്ടുകയും ചെയ്തു. അതിനുശേഷം വിട്ടുപോയ ബന്ധുക്കളൊക്കെ തിരിച്ചു വന്നു. അദ്ദേഹത്തിന് പൂർവാധികം ആഫിയത്തുണ്ടായി, സമ്പത്തും എല്ലാം അള്ളാഹു തആല രണ്ടാമത് കൊടുത്തു, എല്ലാ ക്ഷേമവും ഐശ്വര്യവും കൊടുത്തു. വലിയൊരു അനുഗ്രഹമാണിത്. ഇത്തരം അവസരങ്ങളിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളണം എന്ന വലിയ പാഠമാണ് അള്ളാഹു തആല നമുക്ക് ഈ വിഷയത്തിൽ തരുന്നത്. അപ്പോൾ ഏതായാലും അത്രയും വയ്യാത്ത അവസ്ഥയിൽ പോലും അള്ളാഹു തആല ഒരു പണി ചെയ്യാനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറിയം ബീവി അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാം മഹദിയോട് അള്ളാഹു തആല നിറവയറുള്ള സമയത്ത്, പൂർണ്ണ ഗർഭിണിയായ സമയത്ത് എന്താ പറഞ്ഞത്? വിശന്നപ്പോൾ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കാൻ എന്താ പറഞ്ഞത്? സൂറത്ത് മറിയം 25 കാണൂല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിതു അലൈകി റത്ബൻ ജനിയ. നീ ആ ഈത്തപ്പനല്ലേ, അത് പിടിച്ച് കുലുക്കട്ടോ, നിനക്ക് നല്ല ഈത്തപ്പഴം താഴേക്ക് വീഴുന്നു. ചങ്ങായിമാരെ, ഈത്തപ്പന കുലുക്കിയ ഈത്തപ്പന താഴേക്ക് വീഴുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ നിറവയറുള്ള പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് എന്നുള്ളത് പോട്ടെ, നമ്മൾ നല്ല തടിയും ആരോഗ്യമുള്ളൊരു മനുഷ്യനെ ഈത്തപ്പന കുലുക്കിയാൽ ഈത്തപ്പന വീഴുമോ? ഈത്തപ്പനൻ്റെ ആ തണ്ടിങ്ങനെ പിടിച്ച് കുലുക്കിയാൽ ഈത്തപ്പഴം മരുന്ന് വീഴുമോ? ഇല്ലല്ലോ. പിന്നെന്താ അള്ളാഹു തആല പറഞ്ഞത്? അധ്വാനിക്കണം, പണിയെടുക്കണം. അതും പൂർണ്ണ ഗർഭിണിയായ മറിയം ബീവിയോടാണ് പറയുന്നത്. വല്ലാതെ വിശന്നപ്പോഴേ, പ്രയാസപ്പെട്ടപ്പോൾ പറയാണ്, ആ ഈത്തപ്പഴ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊള്ളി കിട്ടണമെന്ന്. അതൊരു കാരണമാണ്. അതാണ് ചെയ്താൽ അള്ളാഹു തആല ഈത്തപ്പഴം താഴത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നാൽ അള്ളാഹു തആല അല്ലാതെ ഇട്ട് കൊടുത്തൂടെ? മറിയം ബീവി ചെറുപ്പത്തിൽ മെഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കെ, പിന്നെന്താണ് പറയുക, പള്ളിയിലെ മെഹ്റാബിൽ മഹദി നിസ്കരിക്കുന്ന സ്ഥലത്ത് പിന്നെ സക്കരിയ നബി അലൈഹി സ്വലാം സംരക്ഷണം എല്ലാവരും വളർന്നിരുന്നത്. അപ്പം മഹദി നിസ്കരിക്കുന്ന സ്ഥലത്ത് എന്താവും, ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും പഴങ്ങളുണ്ടാകും. അപ്പോൾ അള്ളാഹു തആല പഴങ്ങൾ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. സക്കരിയ നബി അലൈഹി സ്വലാം വന്ന് ചോദിക്കും, ഇത് എവിടെ നാടി എന്ന് ചോദിക്കുമ്പോൾ ഇത് പടച്ചോൻ്റെ അടുത്ത് നിന്നാണ് എന്ന് പറയുന്ന ആ മറിയം ബീവിക്ക് ഈ തീരെ വയ്യാത്ത സമയത്ത്, പൂർണ്ണ ഗർഭിണിയായ സമയത്ത് ആ ഈത്തപ്പന തടി പിടിച്ച് കുലുക്കിക്കൊട്ടോ എന്ന് അള്ളാഹു തആല പറയണമെങ്കിൽ ആ ഒരു സന്ദേശമാണ് അവിടെ തരുന്നത്. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി. വേറൊരു കാര്യം കൂടെ പഠിക്കാണ്ട്, പൂർണ്ണ ഗർഭിണികളായ ആളുകൾ മടിച്ചിരിക്കാതെ നല്ലോണം തടിയിളകി പണിയെടുക്കണം. നടക്കാനൊക്കെ പറയില്ലേ അല്ലേ പെണ്ണുങ്ങളോട്? പിന്നെ എന്താണ് പറയുക, മറ്റുള്ള ശരീരം ഇളകിയിട്ട് പണിയെടുക്കണം. പ്രസവം എളുപ്പമാവാൻ അത് സഹായകമാകും എന്നതൊക്കെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിന് പഠിക്കാണ്ട്, വഹുസ്സി ഇലൈകി എന്ന് പറഞ്ഞതിൽ നിന്ന്. അപ്പോൾ അള്ളാഹു തആല നമ്മളെ
ശരിയായ തവക്കുൽ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഭൂമിയിൽ വിത്ത് നട്ടിട്ട് നിങ്ങൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യണം. എന്നിട്ട് നിങ്ങളത് നനക്കണം, നനച്ചിട്ട് റബ്ബിൽ തവക്കുൽ ചെയ്യണം. നിങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സയുടെ വിവിധ മാർഗ്ഗങ്ങൾ നിങ്ങൾ തേടണം. എന്നിട്ട് വിജയിക്കാനുള്ള വഴി റബ്ബിലേക്ക് ഏൽപ്പിക്കണം. ശിഫ കൊടുക്കുന്നത് റബ്ബാണ്, പക്ഷേ അതിൻ്റെ കാരണങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മൾ ചെയ്യുമ്പോഴേ റബ്ബിൻ്റെ ശിഫ അതുമായി ബന്ധിക്കുകയുള്ളൂ എന്നർത്ഥം. ഏതായാലും ഇങ്ങനെയാണ് തവക്കുലിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ചാണെങ്കിലും നമ്മൾ ചെയ്യുക, നമ്മളെ ഭാഗത്തു നിന്നൊരു അധ്വാനം വേണം എന്നതാണ് പ്രധാനം. തീ എന്ന് പറഞ്ഞാൽ കരിക്കണ സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിൽ എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി സ്വലാം ആ തീ കരിച്ചില്ല. എന്താണ് അള്ളാഹു തആല തീയോട് പറഞ്ഞു, ഇനി കരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് തീയിനോട്. അപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അള്ളാഹു തആല എന്തായി, ആ തീയിനെ കരിക്കുക എന്നുള്ള സ്വഭാവം അപ്പോൾ കരിക്കാൻ അനുവദിച്ചില്ല. അള്ളാഹു തആല എടുത്തു പറഞ്ഞു. അള്ളാഹു മുസബ്ബിബിൽ അസ്ബാബാണ്, കാരണങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. അതേപോലെ തന്നെ സാധാരണ കത്തി കൊണ്ട് ഒരാളുടെ കഴുത്തിൽ ആഞ്ഞു മുറിച്ചാൽ കഴുത്ത് മുറിയും. പക്ഷേ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കഴുത്ത് മുറിഞ്ഞില്ല. കാരണം ആ കത്തിക്ക് അള്ളാഹു തആല അതിന് കഴിവ് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് കാരണങ്ങൾ ചെയ്താലും ചിലപ്പോൾ ചികിത്സിച്ചാലും ചിലപ്പോൾ എന്താവില്ല, മാറിക്കൊള്ളണം എന്നില്ല. അത് അള്ളാഹുടെ കഥ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ ചികിത്സിക്കണം. എന്നാൽ ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ല. ചികിത്സിച്ചാലോ ചിലപ്പോൾ ശിഫയാവുകയും ചെയ്യും, ചിലപ്പോൾ ശിഫയാവില്ല, ചിലപ്പോൾ അത് മരണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോന്നും അള്ളാഹുവിൻ്റെ ഇറാദത്ത്, റബ്ബിൻ്റെ മശീഅത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അതങ്ങനെ വിചാരിച്ചിട്ട് നമ്മളിവിടെ കൈയും കെട്ടിയിരിക്കാൻ പാടില്ല. ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്താലും അങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഒരു മാസം ജീവിക്കോളം മരപ്പിനെ ഞാൻ എന്താ ചെയ്യണം. അങ്ങനെയല്ല, നമ്മൾ ചികിത്സിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിനത് മാറ്റാനും അങ്ങോട്ടാക്കാനൊക്കെ കഴിയും. അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കൃഷിക്കാരൻ ഒരു ഭൂമിയിൽ വിത്ത് നടുകയാണെങ്കിൽ മൂപ്പര് വിത്ത് നട്ടിടങ്ങി പാരന്ന് മുളപ്പിക്കണേ, മൂപ്പരക്കാർ എന്തെങ്കിലും പങ്കുണ്ടോ? മൂപ്പരോട് അങ്ങനെ പോയിട്ട് അതിനെങ്ങനെ മണ്ണിങ്ങനെ മാറ്റി അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇല്ല, മണ്ണ് മാറ്റിയാൽ പിന്നെ അത് മുളക്കാതിരിക്കുക. അപ്പോൾ അത് അള്ളാഹു തആലയാണ് അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇയാൾ ചെയ്യണം, ഇയാൾ വിത്തിടണം, നനക്കണം, എല്ലാ സംവിധാനങ്ങളും ചെയ്യണം, മരുന്നടിക്കണം, ഒക്കെ ചെയ്യണം. അഫറഅയ്തും മാ തഹ്റുസൂന അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു തആല ചോദിക്കണില്ലേ? വിശക്കുന്ന ആൾ ഭക്ഷണം വേണം, അയാൾക്ക് ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കുടിക്കാൻ വേണം, രോഗിക്ക് ശിഫ വേണം, ഓരോ ആവശ്യക്കാരനും ആ ആവശ്യങ്ങൾ വേണം. പക്ഷെ അതൊക്കെ കാരണങ്ങൾ മാത്രമാണ്. ഇതിൻ്റെയൊക്കെ കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഈ കാരണങ്ങൾ നമ്മൾ ചെയ്യണം, എന്നാൽ ബാക്കി അള്ളാഹു തആല ചെയ്തു തരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇല്ലാ റബ്ബൽ ആലമീന അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീനി വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീനി വഇദാ മരിദ്തു ഫഹുവ യശ്ഫീനി വല്ലദീ യുമീതുനി ഥുമ്മ യുഹയ്യിനി വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലി ഖതിയതി യൗമദ്ദീൻ. സൂറത്തു ശുഅറയിൽ 77 മുതൽ 82 വരെയുള്ള ആയത്തുകൾ. നമുക്ക് അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാം. അള്ളാഹുവാണ് ചെയ്യുക, അള്ളാഹുവാണ് ചെയ്യുക, അള്ളാഹു ചെയ്യുക. പരമമായി റബ്ബിൻ്റെ അടുത്ത് നിന്നാണ് പോരേണ്ടത്. നമ്മൾക്ക് ചെയ്യാണ്ട് നമ്മൾ ചെയ്യണം എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശരിയായ തവക്കുൽ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്കിത് സംബന്ധമായിട്ട് പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.